ഹലോ മൂവി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു. ഈ മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു വെരി അണ്ടർ റേറ്റഡ് എന്നൊക്കെ പറയാവുന്ന ഒരു മൂവി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റാൻഡമായിട്ടൊരു ക്ലിപ്പ് കണ്ടു ഈ മൂവിനെ പറ്റി നല്ലൊരു റിവ്യൂ. അങ്ങനെ കണ്ടതാണ്. ഈ മൂവി അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഏകദേശം നല്ല ലവ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, നല്ല നാടൻ തനിമയുള്ള നാച്ചുറലായിട്ടുള്ള, അതേപോലെ വലിയ കളർഫുൾ അല്ലാത്ത, എന്നാൽ പ്രണയം എപ്പോഴും കളർഫുള്ളാണ്. അത് അതിൻ്റെ ഡീപ്പായിട്ട് അതിൻ്റെ പവിത്രതയിലേക്ക് എത്തുമ്പോഴാണ് അത് ഭയങ്കര കളർഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു ലവ് സ്റ്റോറി. ഇതിൻ്റെ പേര് തന്നെ പഴഞ്ചൻ പ്രണയകഥ എന്നാണ്. ഈ പേര് പോലെ തന്നെ പടം ഒരു പഴഞ്ചനാണ്. എല്ലാവർക്കും ഒന്ന് ദഹിച്ചു എന്നോണം ഇല്ല. പക്ഷേ ഈവൻ നിങ്ങളൊരു റൊമാൻറ്റിക് പേഴ്സൺ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവർ മാത്രം കാണുക. ആക്ഷൻ, അഡ്വഞ്ചർ, എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർ പൊതുവേ ഈ പടം കാണാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. സോ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് തന്നെയാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ വേറൊരു തീം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഇഷ്ടമാണ് മക്കളുടെ സന്തോഷം, മക്കളുടെ സന്തോഷമാണ് പാരൻസിൻ്റെ സന്തോഷം എന്നൊരു ചെറിയ തീമും കൂടി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമയിൽ. പടം എന്ന് പറയുന്നത് പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഒരു നായകൻ. ആ നായകൻ്റെ വീട്ടിൽ ആ നായകൻ്റെ പല പല സാഹചര്യങ്ങൾ കാരണം അവന് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ അച്ഛനും അവനും ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസം. അവൻ്റെ അച്ഛന് സുഖമില്ല. അതുകൊണ്ട് തന്നെ അവന് ജോലിക്ക് പോകാനോ നല്ലൊരു ജീവിതം കൊണ്ടു നടക്കാനോ നല്ല സുഹൃത്തുക്കളോ കൂട്ടുകെട്ടുകളോ ഒന്നും തന്നെ പുറത്തില്ല. സോ ആള് ഒരു മുരടനാണ് എന്നൊക്കെ പറയാം. ഈ ഇങ്ങനെയുള്ളൊരു ആളെ ആരും തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ആൾക്ക് 35-40 വയസ്സാവുന്നു. ആൾ ഭയങ്കര വിവാഹം കഴിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര ഒബ്സസ്സായി ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല മനോഹരമായ സമയം. ഈ സമയത്ത് തൻ്റെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നു. ആ പെൺകുട്ടിയും ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. ഇതൊക്കെയാണ് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കഥ. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി, അതേപോലെ ഭയങ്കര സമാധാനത്തോടു കൂടി ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എനിക്ക് കാണാൻ കഴിയും. സോ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടം ആർക്കെങ്കിലും കാണാൻ പറ്റി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. സോ കാണാൻ കഴിയുന്നവർ കണ്ടു നോക്കുക. ഒരു പഴഞ്ചൻ പ്രണയം.